സത്യത്തിൽ ഇപ്പോൾ ഈ കേരളം ഭരിക്കുന്നത് ആരാണ്? വി ഡി സതീശനാണോ? വി ഡി സവർക്കറുടെ പാർട്ടിയാണോ? ഈ ചോദ്യം ഇന്നലെ മുതൽ പ്രത്യേകിച്ചും എല്ലാ മലയാളിയുടെ മനസ്സിലും ഉയർന്നു വന്നിട്ടുണ്ടോ? കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ ഈ ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം പൂർണ്ണമായി പാടണം. എന്താ വന്ദേമാതരം? അത് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. അപ്പോൾ ജനഗണമനയോ? അത് ഇന്ത്യയുടെ ദേശീയ ഗാനമാണ്. 1875 ബങ്കിം ചന്ദ്ര രചിച്ച വന്ദേമാതരം 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലാണ് ആദ്യമായി ആലപിക്കപ്പെടുന്നത്. നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ടാഗോറും മൗലാന അബുൽ കലാം ആസാദും എല്ലാം ഉള്ള ഒരു കമ്മിറ്റിയിൽ. അന്ന് നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്, വന്ദേമാതരം 6 ശ്ലോകങ്ങളാണ്. അതിന്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ഇന്ത്യയുടെ ദേശീയ ബോധത്തെ ഉയർത്തുന്നതാണ്. എന്നാൽ അടുത്തത് ലക്ഷ്മി ദേവിയും ദുർഗാദേവിയും അടക്കം ഹൈന്ദവ ദൈവങ്ങളെ പ്രകീർത്തിക്കുന്നതായതുകൊണ്ട് ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് അത് പൂർണ്ണമായി ആലപിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് 1950 ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ അടങ്ങിയ വന്ദേമാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ദേശീയ ഗീതം നമ്മൾ ആലപിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പുതിയ ഉത്തരവ് ഈ വി ഡി സതീശന്റെ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ളത് ഈ വരുന്ന ആഗസ്റ്റ് 15 വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം. അത് പൂർണ്ണമായി ആലപിക്കുന്ന ആരാണ്? RSSന്റെ ശാഖകൾ ആലപിക്കും, RSSകാർ ആലപിക്കും, BJPക്കാർ ആലപിക്കും അവരുടെ പരിപാടികളിൽ. പക്ഷേ അത് ഈ കേരളത്തിലെ ജനങ്ങളും ആലപിക്കണം എന്നാണ് വി ഡി സതീശൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതിന് ചില ന്യായീകരണങ്ങളുമായി നമ്മുടെ നാട്ടിൽ കുറെ ആളുകൾ വരുന്നുണ്ട്. ഈ ന്യായീകരണം നമ്മൾ എന്നാ കേൾക്കാൻ പറഞ്ഞത്? വി ഡി സതീശൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ദിവസം ആലപിക്കപ്പെട്ടത് ഈ പൂർണ്ണമായ വന്ദേമാതരമാണ്, RSSന്റെ വന്ദേമാതരം. വലിയ പ്രതിഷേധം ഉണ്ടായി. അപ്പോൾ വി ഡി സതീശൻ കഴിവ് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം. ഇപ്പോ ഈ ഒരു വിഷയം വന്നപ്പോൾ ഈ ആഗസ്റ്റ് 15 വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശനും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറഞ്ഞില്ല എന്താണ്? അത് രാജ്ഭവനിൽ നിന്നൊരു ഉത്തരവ് വന്നു, അത് ചീഫ് സെക്രട്ടറി ഇറക്കിയതാണ്. രാജ്ഭവനിൽ നിന്ന് ആർലേക്കർ എന്ന് പറയുന്ന RSSകാരൻ ഇറക്കുന്ന ഉത്തരവ് പാലിക്കാനാണോ ഈ നാട്ടിലെ ചീഫ് സെക്രട്ടറി? ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റിൽ ആ ഗവൺമെന്റിന്റെ നയം ഇവിടെ നടപ്പിലാക്കേണ്ടത്? RSSകാർ പറയുന്ന നയം നടപ്പിലാക്കാനാണോ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പൊ ഒരു വിവാദമായി വന്നപ്പോൾ ചിലർ പറയാണ് ഇപ്പോ പുതിയ നിയമം പാസ്സാക്കിയിട്ടില്ലേ, അജ്ഞതയിൽ എന്ന് പറയാൻ. എന്താണ് നിയമം? 2026 ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിറക്കി 6 ശ്ലോകങ്ങളുള്ള വന്ദേമാതരം ആലപിക്കണം. സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടു. സുപ്രീം കോടതി മാർച്ചിൽ പറഞ്ഞ ഉത്തരവ് എന്താണ്? അതിന് ഒരു നിയമസാധുതയില്ല. ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവിന് ഒരു നിയമസാധുതയില്ല. ഒന്നുകൂടി പറഞ്ഞു സുപ്രീം കോടതി, 6 വരി പാടണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ പാടാം. ഇല്ലേ? 2026 ജൂലൈ 29 ഇതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് രാജ്യസഭയിൽ വന്നു, 30 ലോക്സഭയിൽ വന്നു, അത് പാസാക്കി. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ദേശീയ ഗീതത്തെ അപമാനിച്ചാൽ ശിക്ഷയുണ്ട്. ദേശീയ ഗാനത്തെ അപമാനിച്ചാൽ എന്ത് ശിക്ഷയാണ്? അതേ ശിക്ഷയുണ്ട്. അല്ലാതെ പൂർണ്ണമായി ദേശീയ ഗീതം പാടണമെന്ന് ഒരു ബില്ലും പാസാക്കിയിട്ടില്ല. ഇത് ഈ മറ്റേ ബില്ല് അപമാനിച്ചാൽ അല്ലെങ്കിൽ അവഗണിച്ചാൽ ശിക്ഷയുണ്ട് എന്ന ബില്ല് പാസാക്കി മണിക്കൂറുകൾക്കകം നമ്മുടെ നാട്ടില് വി ഡി സതീശൻ ഗവൺമെന്റ് ഉത്തരവിറക്കുന്നു, വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം. സ്വാഭാവികമായി ഞാൻ ആമുഖമായി ചോദിച്ച ചോദ്യം പ്രസക്തല്ലേ? ഈ കേരളം ഭരിക്കുന്നത് വി ഡി സതീശൻ ഗവൺമെന്റ് ആണോ അതോ വി ഡി സവർക്കറുടെ പാർട്ടിയുടെ ഗവൺമെന്റ് ആണോ? അവരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ BJP ആണ്. നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു 30 MLA കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും. ഇപ്പൊ 3 MLA വെച്ചുകൊണ്ട് RSSന്റെ നയപരിപാടികൾ കേരളത്തിൽ നടപ്പിലാക്കണം. നമ്മുടെ കുട്ടികൾ ആഗസ്റ്റ് 15 RSS ആലപിക്കുന്ന പൂർണ്ണമായ വന്ദേമാതരം ചൊല്ലണം എന്ന ഉത്തരവ് വി ഡി സതീശൻ ഗവൺമെന്റ് ഏതാണ് ഗവൺമെന്റ്? മുസ്ലിം ലീഗിന് പങ്കില്ല. ജമാഅത്ത് ഇസ്ലാമി വളരെ കഠിനമായി പ്രയത്നം ചെയ്തിട്ട് അധികാരത്തിൽ കൊണ്ടുവന്ന ഗവൺമെന്റ് പാടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചോദ്യം, വി ഡി സവർക്കറാണോ ഭരിക്കുന്നത്? 2 ദിവസം മുമ്പ് നിങ്ങൾ നോക്ക്, കാസർഗോഡ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കിസിലെ ഒരു ചോദ്യം എന്താണ്? ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കടന്ന വ്യക്തി ആരാണ്? ഉത്തരവാദിയിലുണ്ട്. എന്താ ഉത്തരം? സവർക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നൊക്കെ ശരിയാണ്. പക്ഷേ അവസാനം അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മാപ്പ് കൊടുത്തു, എന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഞാൻ ഇനി നിങ്ങൾക്കെതിരിൽ സമരം ചെയ്യില്ല. ബ്രിട്ടീഷുകാരുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ച മനുഷ്യനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആരാണ്? വി ഡി സതീശന്റെ ഗവൺമെന്റ്. മുസ്ലിം ലീഗ് അടക്കം പിന്തുണ കൊടുക്കുന്ന ഗവൺമെന്റ് വി ഡി സവർക്കറെ മുഖ്യധാരയിൽ കൊണ്ടുവരിക. വി ഡി സവർക്കറെ കാണാത്തവർ ചിലപ്പോൾ വി ഡി സവർക്കറുടെ സ്റ്റാമ്പ് കണ്ടിട്ടുണ്ടാവും. ആ സ്റ്റാമ്പ് ഇറക്കിയത് BJP ഗവൺമെന്റ് അല്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് സവർക്കറുടെ സ്റ്റാമ്പ് നമ്മുടെ നാട്ടിൽ ഇറക്കിയിട്ടുള്ളത്. ഇല്ലേ? എവിടേക്കാ ഈ കേരളം പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആരാ ഈ കേരളം ഭരിക്കുന്നത്? നമ്മൾ കണ്ടില്ലേ, ഈ സവർക്കറുടെ പാർട്ടിക്കാരനായ R സുഗതൻ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൌൺസിലിൽ സത്യപ്രതിജ്ഞ ജയിലിൽ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്ത ഈ ഗവൺമെന്റ് അല്ലേ? അയാളുടെ അംഗത്വം റദ്ദാവാതിരിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് പ്രത്യേക ഉത്തരവിറക്കിയിട്ടില്ലേ? എന്നിട്ട് പറയാണ് ഞങ്ങൾ അറിയില്ല, ഉദ്യോഗസ്ഥരാണ്. എന്തെല്ലാം തിരിമറികളായി കേരളത്തിൽ നടക്കുന്നത്? അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, കേരളം ഭരിക്കുന്നത് വി ഡി സതീശനാണോ അതോ വി ഡി സവർക്കറാണോ? ഈ നാട് തിരിച്ചറിയണം. മതേതര കേരളം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം.